ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ ഇന്നത്തെ വിശേഷവും പ്രേമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പറഞ്ഞു ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അവസാന സീനായിട്ട് കണ്ടത് വേറൊന്നുമല്ല, സച്ചിയും രേവതിയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കുകയാണ് രേവതി എന്തെടുക്കുകയാണെന്ന്. രേവതി നന്നായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥനയൊന്നും ശീലമല്ലാത്തത് കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. രേവതി പറഞ്ഞു കൊടുത്ത രീതിയിലൊക്കെ ഏകദേശം എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് സച്ചി പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് രേവതി, ഈ കോലം വരയ്ക്കുന്നത് അത് നല്ലതാണെന്നല്ലേ പറയുന്നത്, ഐശ്വര്യമുള്ള കാര്യമാണെന്നല്ലേ പറയുന്നത്, എങ്കിൽ പിന്നെ ഒരു കോലവും കൂടെ വരയ്ക്കുക, കോലവും കൂടെ വരച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാം, അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ഐശ്വര്യം വരില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാ, കോലം വരയ്ക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ്, ഏതായാലും ഞാൻ കോലം വരയ്ക്കാനുള്ള അരിപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പം അരിപ്പൊടിയോ, അരിപ്പൊടി വെച്ചാൽ കോലം വരയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി പോയി അരിപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ രേവതി കോലം വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചിക്കൊരു മോഹം. സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ കോലം വരച്ചോളാം, ഇനി ഇത്ര സമയമുണ്ടല്ലോ, നീ ഏതായാലും എന്നെ നേരത്തെ എണീപ്പിച്ചു അലാറമൊക്കെ വെച്ച്, എങ്കിൽ പിന്നെ ഇത്ര സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കോലം വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി കോലം വരയ്ക്കുകയാണ്. ഏതായാലും സച്ചി കോലം വരച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോലം കെട്ടുപോയി എന്ന് പറയാം. ലാസ്റ്റ് നമ്മുടെ സച്ചി അതൊരു സ്റ്റാറാക്കി മാറ്റി. അങ്ങനെ ഒരു സ്റ്റാർ വരച്ച് വെച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് നേരെ പോകുന്നത് കേട്ടോ. അങ്ങനെ സച്ചിക്ക് ആഹാരമൊക്കെ കൊടുത്ത് നമ്മുടെ രേവതി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഭർത്താവിനെ പറഞ്ഞു വിടുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരിക. അപ്പോൾ രവീന്ദ്രന്, അല്ല സച്ചി എന്തി, സച്ചിന്ന് നേരത്തെ പോയ മോളേത് ചോദിച്ചു. പോയി അച്ഛാ, ഒരു വാടക വണ്ടി കിട്ടിയിട്ടുണ്ട്, അതവൻ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു, ഒരു ഓട്ടം രാവിലെ തന്നെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കൊണ്ടാക്കണം, അതുകൊണ്ട് രാവിലെ തന്നെ പോയതാ എന്ന് പറഞ്ഞപ്പം, ഏതായാലും മോളുടെ ഈ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട മോളല്ല ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം മോൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മോൾ അന്ന് വിഷമിച്ചിരുന്നപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ സച്ചി അവൻ നല്ലവനാ, അതെനിക്ക് മനസ്സിലായി അച്ഛാ, സച്ചി നല്ലവനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട്, ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനസ്സുണ്ട്. ആ മനസ്സൊക്കെ കാണാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് പറഞ്ഞപ്പം, ഇനി എല്ലാം നേരെയാകും മോളുടെ ജീവിതവും അവൻ്റെ ജീവിതവും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും, മോള് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ നന്നാകും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. രേവതി ഇത് കേട്ട് കഴിഞ്ഞ് വലിയ സന്തോഷത്തിൽ തന്നെയാട്ടോ ഉള്ളത്. കാരണം രേവതിക്ക് സന്തോഷിക്കാമല്ലോ. ഇപ്പം നമ്മുടെ സച്ചി പഴയതുപോലെയൊന്നുമല്ല, രേവതിയുടെ ഏകദേശം ഇങ്ങനെ വശം ചേർന്ന് വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ രേവതി സച്ചിനെ മാറ്റിയെടുക്കുന്നുണ്ട് പതിയെ. അങ്ങനെ ഏതായാലും നേരെ നമ്മുടെ രേവതി അടുക്കളയിലൊക്കെ പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മേടം ഉണ്ടല്ലോ, ആ മേടത്തിൻ്റെ അടുത്ത് പോയി ഇവർ രണ്ടുപേരും കൂടെ കപ്പിൾസാന്നും പറഞ്ഞൊരു മേടത്തിൻ്റെ പാർട്ടിക്ക് പോയില്ലേ, ആ ഒരു പാർട്ടി സ്ഥലത്തല്ല ആ മേടത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മേടത്തിനെ ക്ഷണിക്കുകയാണ് കേട്ടോ, എൻ്റെ വിവാഹമാണെന്നും പറഞ്ഞ്. അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ആ മാനേജർ അവിടെ ഉണ്ട്. മാനേജർക്ക് നമ്മുടെ സുധിയുടെ കയ്യിൽ നിന്ന് ഒരു അടിയൊക്കെ കിട്ടിയായിരുന്നു, അതിൻ്റെ ആ ഒരു ദേഷ്യവും പകയും ഒക്കെ ഉണ്ട്. അങ്ങനെ ശ്രുതിനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതേ സമയം മേഡം പറയുന്നുണ്ട്, നന്നായിട്ട് വാ മോളെ, പോയി വിവാഹം കഴിഞ്ഞ് നന്നായിട്ട് മോള് ജീവിക്കുക, നിൻ്റെ എഫേർട്ട് കാരണം തന്നെയാണല്ലോ നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ പോകുന്നതും, നീ ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഇടുകയും ഒക്കെ ചെയ്തില്ലേ, അത് മോളുടെ കഴിവ് തന്നെയാണ്, നന്നായി വരും. പിന്നെ വിവാഹത്തിൻ്റെ കാര്യം അതെനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അന്ന് എനിക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കന്ന് വരാൻ പറ്റില്ല, പക്ഷേ എൻ്റെ അനുഗ്രഹം മോളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് മേഡത്തിനെ ഞാൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മേഡം ഒന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അന്നും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഏതായാലും മോൾക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 25,000 രൂപയാണോ ഒരു 50,000 രൂപയാണോ നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് കേട്ടോ. വിവാഹത്തിന് വേണ്ടി എൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ശ്രുതി അത് മേടിച്ചില്ല, പിന്നെ നമ്മുടെ ശ്രുതി അത് മേടിക്കുകയാണ്. അപ്പോൾ ശ്രുതി നിർബന്ധിതയായി അത് മേടിക്കേണ്ടി വരികയാണ്. ശ്രുതിക്ക് അത് കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പൈസയൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പോകുന്നു. അപ്പം മാനേജർ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് സ്കൂട്ടിയും കൊണ്ട്. അങ്ങനെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ചെന്നു. ആ ഒരു സമയത്ത് ഈ ഒരു മാനേജർ വല്ലാണ്ടങ്ങ് നോക്കി ദഹിപ്പിക്കുക നമ്മുടെ ശ്രുതിയും തിരിച്ച് നന്നായിട്ട് നോക്കി.
അപ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു, അയാൾ അവിടെ ഉണ്ടല്ലോ, അയാൾ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അന്ന് സുധിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയില്ലേ, അതിൻ്റെ ആ ഒരു ഫീലൊക്കെ കാണും, അതും കൊണ്ടാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ വിവാഹം കുളവാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റടി, നീ വിവാഹം കഴിക്കില്ലടി, നിൻ്റെ വിവാഹം ഞാൻ കുളവാക്കൂടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിക്കൊരു കോള് വരുന്നു. വേറെ ആരുമല്ല ശ്രുതിനെ വിളിക്കുന്നത്, നമ്മുടെ ചന്ദ്രയാണ്. അപ്പം ചന്ദ്ര പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ട്, മോളെ ബാ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ, അങ്ങോട്ട് മോള് പെട്ടെന്ന് വരണം, നമുക്ക് ഡ്രസ്സും അതുപോലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കാനുണ്ട്, മോള് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ വിളിച്ചു. അപ്പോൾ ശ്രുതി ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരോട് ഈ കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇടി കോൾ അടിച്ചല്ലോടി, നിനക്ക് ആകെ മൊത്തം കോളടി ആണല്ലോടി എന്ന് പറഞ്ഞപ്പം അതെ കോളൊക്കെ അടിച്ചു, പക്ഷേ എൻ്റെ അമ്മായിയമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരുപാട് സ്നേഹം തോന്നുന്നത്. ആ സ്ത്രീ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തത്തില്ലായിരുന്നല്ലോ, ഈ ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റുമായിരുന്നോ എന്ന് ഞാൻ കടപ്പെട്ടിരിക്കൂടി ആ സ്ത്രീയോട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, കടപ്പാടിൻ്റെ ഒക്കെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നീ കള്ളത്തരം പറഞ്ഞിട്ടാണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നീ മറക്കരുതെന്ന് പറയുമ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിയോട് കുറേ ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണ് കേട്ടോ. അപ്പോൾ രേവതി നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടി ആരെ കാണാൻ പോകുന്നു, വർഷേനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയൊക്കെ പറയാനുണ്ട്. നമ്മുടെ സച്ചിനെ രക്ഷപ്പെടുത്തിയത് വർഷയാണ്, വർഷ കാരണമാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക താങ്ക്സ് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെയും കൂട്ടിയാണ് പോകുന്നത്. അങ്ങനെ ഡബ്ബിംഗ് സ്ഥലത്ത് ചെല്ലുകയാണ്. അപ്പം ഡബ്ബിംഗ് സ്ഥലത്ത് ചെല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വർഷ അവിടെ ഡബ്ബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡബ്ബിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി വന്നതും നമ്മുടെ ശ്രീകാന്തും രേവതി അവിടെ ഉണ്ട്. അങ്ങനെ ശ്രീകാന്തിനെ രേവതിനെ കണ്ട ഉടനെ തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. അങ്ങനെ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് വന്നിട്ട്, ഇതാരാ വന്നേക്കുന്നത്, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, പ്രശ്നം പരിഹരിച്ച ആളാണല്ലോ ഈ നിൽക്കുന്നത്, ഈ ആളിനെ കണ്ടിട്ട് ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ രേവതി ഏട്ടത്തിനെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, നന്ദിയോ, അത് അന്ന് നന്ദി പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ വർഷ. അപ്പോഴത്തേക്ക് രേവതി പിന്നെ സംസാരിക്കാൻ തുടങ്ങി. രേവതി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, കാരണം എൻ്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കാരണം അത് കുട്ടി തന്നെ, അത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അന്ന് എനിക്കെന്തോ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക വിഷമമൊക്കെ ആ ഒരു സ്ഥിതിക്ക് എനിക്ക് നന്ദി പറയാനൊന്നും പറ്റിയില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പം കുട്ടീനെ കണ്ടിട്ട് നന്ദി പറയണമെന്നൊക്കെ എനിക്കൊന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണേണ്ടത്. ദൈവമായിട്ട് തന്നെയാണ് കുട്ടീനെ കൊണ്ടുവന്നത്. ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെയല്ലേ എന്തോ ഇതൊക്കെ ദൈവം തന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ല തിരക്കാണോ എന്ന് ചോദിച്ചു രേവതി. അപ്പം പറഞ്ഞു, തിരക്കൊന്നുമില്ല, ഏതായാലും നമുക്ക് പോയി കാണണ്ടേ, ഡബ്ബിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അകത്ത് പോയി കാണാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞു, അല്ല ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടല്ലോ, ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാണല്ലേ എന്ന് പറഞ്ഞപ്പം, അതൊക്കെ ഇവൻ പറഞ്ഞോ ഏടത്തിയോടെന്ന് ചോദിച്ചപ്പം, അതൊക്കെ ഇവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രീകാന്തിനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അവനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, അവൻ നന്നായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, നല്ല കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്, ഏതായാലും കുട്ടിക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ വർഷയ്ക്ക്, അതും പ്രത്യേകിച്ച് നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് നമ്മുടെ വർഷ. അപ്പോൾ ഏതായാലും ആ ഒരു ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ആ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വർഷയ്ക്ക് വലിയ ഇഷ്ടമാവാണ് കേട്ടോ. വർഷ പറഞ്ഞു, ശ്രീകാന്തിനേക്കാളും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ ഈ നിൽക്കുന്ന ഏടത്തി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ ഡബ്ബിങ് ചെയ്യുന്ന സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോ ഒക്കെ കാണിക്കുകയും അവിടെ ഉള്ളവരെ രേവതിനെയും ശ്രീകാന്തിനെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ സാറിന് അവിടെ ഇരുന്ന ആ ഒരു സൗണ്ട് എഞ്ചിനീയറോട് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ പോകണ്ട, ഒരു ചെറിയൊരു സീനും കൂടെ ഉണ്ട്, മറ്റേ കുട്ടി വന്നിട്ടില്ല, അപ്പോൾ ആ ഒരു സീനും കൂടെ എടുക്കണമെന്ന് പറയുമ്പം, ഞാനോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇപ്പം രേവതി അടുത്ത് ഇവിടെ ഇരിപ്പില്ലേ, രേവതി അടുത്ത് ഒരു കാര്യം ചെയ്യുക, ഡബ് ചെയ്യുക പറയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഞാൻ ഡബ് ചെയ്യാനോ, അയ്യോ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് തന്നെ കയറുന്നത്, ഡബ് ചെയ്യാന്നൊക്കെ പറയുമ്പം അതിന് വലിയ പാടൊന്നും ഇല്ലെന്നേ, ഡബ്ബൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഏതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സൗണ്ട് എഞ്ചിനീയറും പറഞ്ഞു, ഒത്തിരി ഡയലോഗൊന്നും ഇല്ല കുട്ടി, കുറച്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒരു സീൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്ക് ഡബ് ചെയ്യാൻ വേണ്ടി
എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഡയലോഗൊക്കെ എഴുതി കൊടുത്തു. രേവതി പേടിച്ച് ബബ്ബ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഇങ്ങനെയല്ല പറയേണ്ടത്, നമ്മൾ ഇത് നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇപ്പം അമ്മായിയമ്മ ഒരു ദുഷ്ടയായ ഒരു അമ്മായിയമ്മയാണ്. അപ്പോൾ ആ അമ്മായിയമ്മയോട് സംസാരിക്കുന്നതാണ്. അപ്പം ദേഷ്യപ്പെടാൻ ഒരു അവസരം കിട്ടി. ഇപ്പോൾ ആ അമ്മായിയമ്മയോട് സംസാരിക്കുന്നൊരു സീനാണ്. അപ്പം അങ്ങനെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം, അല്ലാതെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചാൽ പോരാ, ഷൗട്ട് ചെയ്ത് തന്നെ സംസാരിക്കണം. അവരോട് സംസാരിക്കുന്ന പോലെ ഇത് നോക്കി വായിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അത് നോക്കി വായിച്ചു കേട്ടോ. വായിച്ച് രേവതിക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ആരെയും ഓർക്കേണ്ട കാര്യമില്ല, നമ്മുടെ ചന്ദ്രനെ ഓർത്താൽ മതിയല്ലോ, തൻ്റെ അമ്മായിയമ്മേനെ ഓർത്താൽ മതിയല്ലോ. അങ്ങനെ അത് നോക്കി സംസാരിച്ചു. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കട്ടെന്ന് പറഞ്ഞു. ഏതായാലും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രേവതി അത് ചെയ്തു. അങ്ങനെ അവിടെ ഇരിക്കുന്നവരൊക്കെ നല്ലൊരു കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ് നമ്മുടെ രേവതിയോട്. രേവതിക്ക് തന്നെ അതിശയമായി പോയിട്ട്, രേവതി ചെയ്യുന്ന രേവതിക്ക് തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു അനുഭവമായി അത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിൻ്റെ അടുത്തേക്ക് രേവതി ചെല്ലാറുണ്ട്. അപ്പോൾ രേവതി ചെല്ലുകയും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ലൊരു കുട്ടി തന്നെയാണ്, ഇങ്ങനെ എന്നെ സംസാരിപ്പിക്കുക ഡബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ദേവുവിനും വലിയ ഇഷ്ടമൊക്കെ ആയിട്ടോ കേട്ട് കഴിഞ്ഞപ്പം. അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ സച്ചിയുടെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്, സച്ചിയുടെ മാറ്റത്തെക്കുറിച്ചും സച്ചി രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മുടെ ഗജാനന്ദനെ കാണാൻ ഇടയാകുകയാണ്. ഗജാനന്ദനെ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്ന് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഗജാനന്ദൻ മുന്നിൽ വന്ന് ചാടുകയും ഗജാനന്ദൻ നമ്മുടെ രേവതിനെ എടുത്ത് പൊരിക്കാൻ വരുന്നതാണ്. എന്നിട്ട് ഗജാനന്ദൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ലേടി, ഇതാര് കാരണമാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം, അത് നിങ്ങൾ കാരണം തന്നെയാണ്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നതാണ് ഞാൻ. എൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങളെ കൊല്ലും, പിന്നെ നിങ്ങളെ പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകുള്ളൂ, പിന്നെ എൻ്റെ ഭർത്താവിനെ ജയിലിൽ വിടാൻ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്, അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മുടെ രേവതി ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചൊരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഫുൾ വിശേഷത്തിനായിട്ട്. രാവിലെ ഒരു 6:45 നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരും കേട്ടോ, അപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിശേഷങ്ങൾ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷമൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും, അതുപോലെ ഞങ്ങൾ ചെറിയ രീതിയിലൊരു വ്ളോഗ്, ട്രാവൽ വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ്, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ചാനൽ ഞങ്ങൾ തുടങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റാണ് കേട്ടോ, ഞാനൊരു പിക്ചർ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ആ പിക്ചറിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് കിടപ്പുണ്ട് ആ ഒരു പിക്ചർ. അപ്പോൾ മറക്കാതെ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.